കാലദേശങ്ങളെ നന്മതിന്മകൾ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവോ അതിനനുസരിച്ചുള്ള ഫലവും നമ്മൾ തന്നെ അനുഭവിക്കുന്നു. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രസക്തി. കർമ്മത്തിന്റെ ഗതി വളരെ നിഗൂഢതയാണ്. അത് അച്ചിട്ട അനുഭവമാണ് കാണുന്നത്. അമ്മ വർഷങ്ങൾ കൊണ്ട് ഒരു റിസർച്ച് പോലെ ചെയ്യുന്നത്. ആരെങ്കിലും കരുനാളിൽ മരിച്ചാൽ പഞ്ചമി എന്ന് പറയും. 5 മരണങ്ങൾ ആ വീട്ടിൽ കാണും. ചിലപ്പോൾ പ്രായം ചെന്നവർ തന്നെ കാണുന്നില്ല, കുറഞ്ഞവരും ഉണ്ടാകും. ചിലരുടെ അങ്ങനെ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പലരും അങ്ങനെയുള്ള ആത്മഹത്യ പ്രേരണയ്ക്ക് വഴിയുണ്ടായി പോകും. ചില കുട്ടികളെ ജനിക്കുമ്പോൾ അമ്മ ആ സമയത്തിന് മരിച്ചു. 2ാമത്തെ യോഗം പറഞ്ഞ പിള്ള തള്ളയെ തിന്നുന്ന പിള്ളയാണെങ്കിൽ നമ്മൾ പാടാറുണ്ട്. ഇത് അച്ചിട്ടാണ്. പിന്നെ ചില നക്ഷത്രങ്ങളിലെ അമ്മക്കാല്, അച്ഛൻകാല്, തൻകാല്, മാമൻകാല് എന്ന് പറയും. ചില നക്ഷത്രങ്ങൾ ഇന്ന സമയത്ത് ജനിച്ച അതിനൊരു സമയമുണ്ട്. ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഹാർട്ട് രോഗമാകാം, മറ്റസുഖങ്ങൾ വരാം, അങ്ങനെ കാണും. അമ്മക്കാലാണ് അമ്മയ്ക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അച്ഛൻകാലാണ് അച്ഛന് ചിലപ്പോൾ ആക്സിഡന്റ്, അങ്ങനെയൊക്കെ പല സംഭവം. ഇതൊക്കെ ശരിക്കും ഒരു റിസർച്ച് പോലെ അമ്മ പഠിച്ചതാണ്. ഇപ്പൊ മറ്റാളുടെ പേഴ്സ് വീണ് എടുത്തു കൊടുക്കാൻ പോയപ്പോൾ അവനാണ് കളഞ്ഞു പിടിക്കും ഈ ദശാസന്ധിയിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊന്നും ചോയ്സ് ഇല്ല. പൂർവ്വജന്മം കൊണ്ട് വന്നതാണ്. നല്ല കർമ്മം ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോകണം, വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ നിമിഷത്തെ വിവേകമാണ് നമ്മുടെ ശരിയായ ആയുസ്. അതിലാണ് നമ്മുടെ ജീവിതം ഇരിക്കേണ്ടത്. അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല. ഈ നിമിഷത്തിൽ നല്ല കർമ്മം ചെയ്യുക. ഉപ്പുള്ളത്ത് നിരന്തരം നല്ലവണ്ണം ഒഴിച്ചപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന പോലെ നമ്മൾ ഈ നിമിഷത്തിൽ നല്ല കർമ്മം ചെയ്യുക. ഈ നിമിഷം മാത്രമല്ല നിങ്ങൾ സന്തോഷിച്ചിരിക്കുകയെന്ന് ഞാൻ പറയപ്പോൾ ഒരച്ഛമ്മ നിന്നോട് പറയണം, പഴയ പിള്ളേരും അച്ഛമ്മ എന്ന് പറയും, അമ്മമാരോ അച്ഛൻ. എൻ്റെ അമ്മ പറഞ്ഞ്, അമ്മ പറഞ്ഞ് ഈ നിമിഷം മാത്രമാണ് സന്തോഷിച്ചിരിക്കണം. ഇന്നും വേണ്ട, അവൻ നാളെ പരീക്ഷയാണ്, ഇന്ന് TV നോക്കിയിരിക്കുക. അവൻ പറയണം ഇതാണ് എൻ്റെ സന്തോഷമാണ്. ഈ നിമിഷമാണ് അടുത്ത ഫലം കൊണ്ട് തരുന്നത്. ഈ വിത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഫലം ഇടുന്നതുകൊണ്ടാണ് ഫലം കൊണ്ട് തരുന്നത്. ഈ നിമിഷം ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യണം, വിവേകത്തോട് ചെയ്യണം. അതല്ല കുഞ്ഞിന് പറയുന്നത് സന്തോഷിച്ചിരിക്കണം TV വേണമെന്നാണ്, അല്ല മറ്റേ വലിയ ടെൻഷനാണ്. ഇങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളാണ്. എല്ലാം തിരിച്ചെടുത്തിട്ട് അവർ എൻ്റെ പ്രായോഗികം മനസ്സിലാക്കാൻ പോകില്ല. അപ്പൊ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. ഇതിനൊരു പ്ലാൻ വേണമല്ലോ. നമ്മൾ പ്ലാൻ വരച്ചിട്ടാണ് കെട്ടുന്നത്. പ്ലാന് ജീവിക്കാൻ പറ്റത്തില്ല, ശരിയാണ്. ഒരു വീടിന് പ്ലാൻ വരച്ചാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? കെട്ടിയാൽ ജീവിക്കും. പ്ലാൻ വരയ്ക്കും, പ്ലാൻ വരയ്ക്കുന്നില്ലായിരിക്കണം, കെട്ടുമ്പോൾ കെട്ടുന്നില്ലായിരിക്കണം. അപ്പോൾ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണാം, പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ആ ഒരു ഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അല്ലാതെ ഇങ്ങനെ വഴി പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം ലക്ഷക്കണക്കിന് ജീവിതം പഠിച്ചതാണ് അനുഭവത്തിൽ കൂടി. അപ്പം അതുകൊണ്ടാണ് കർമ്മത്തിൻ്റെ നിഗൂഢത ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. സംസാരം ടേപ്പ് പിടിക്കുന്ന പോലെ ഒരു സാക്ഷി, എല്ലാം കാണുന്നൊരു സാക്ഷിയുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു, അത് ഒരു ന്യായീകരണം ഒരു സയന്റിസ്റ്റും തരുന്നുമില്ല. അപ്പൊ സംഭവിക്കാനുള്ളത് വരും, പക്ഷേ നേരിടാൻ നമ്മൾ മനഃശക്തി എടുക്കുക, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാനുള്ള മനഃശക്തി എടുക്കുക. നമുക്ക് കഷ്ടകാലങ്ങളുണ്ടാകും. 90 വയസ്സ് മരിക്കും. പക്ഷെ ഈ 10 വയസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാലും എങ്ങനെ? നാളെ ഇന്നാകില്ല, ഇന്നലെ ഇന്നാകില്ല, ഈ നിമിഷമാണുള്ളത്. അത് മനസ്സിലാക്കി പോകണം. പരമാത്മാവിന് മുറുകിൽ പിടിച്ച് നല്ല കർമ്മങ്ങളുണ്ട്. ജയിക്കാൻ എന്തെങ്കിലും സാധ്യമുണ്ടോ നോക്കുക. എന്നാലും 10% ആർക്കായാലും അനുഭവിക്കണം. ആരെയും വിട്ടിട്ടില്ല. വൈദ്യശാസ്ത്രത്തിന് പുരോഗതി കൊണ്ട് നമുക്ക് കൂടുതൽ വർഷങ്ങൾ ജീവനോടിരിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കടന്നുപോകുന്ന ഓരോ വർഷത്തെയും ഇന്ന് നമുക്ക് സജീവമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രശ്നം എങ്ങനെ ആയുസ് നീട്ടിക്കിട്ടാം എന്നതല്ല, ഉള്ള ആയുസ് എങ്ങനെ ജീവിക്കണം, എന്തിനു ജീവിക്കണം എന്നതാണ്.